are not examination centers, but some examination centers are study centers. തൃശ്ശൂരിലെ ഗുരുവായൂർ കോളേജ്, ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, അത് പുതിയതായിട്ടുള്ള എക്സാമിനേഷൻ കോളേജ് സെന്റർ ആണ്. പക്ഷെ അത് സ്റ്റഡി സെന്റർ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള ചിലതുണ്ട്. ചിലത് സ്റ്റഡി സെന്റർ ആണ്, ചിലത് എക്സാമിനേഷൻ സെന്റർ ആണ്. അപ്പൊ സബൂറായിരിക്കും, കൃത്യമായി ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം. കാലിക്കറ്റ് ഏതൊക്കെയാണ്? കാലിക്കറ്റിലെ JDT ഇസ്ലാം ഉണ്ട്, ഫറൂഖ് കോളേജ് ഉണ്ട്. പ്രശസ്തമായ ഈ 2 എണ്ണം തന്നെയാണ്. മലപ്പുറത്തിലെ 3 എണ്ണമോ 4 എണ്ണമോ ഉണ്ട്. ബികോമിന്റെ എന്താണ്? ബികോം എന്ന് മാത്രം ചോദിച്ചാൽ എക്സാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റഡി സെന്ററിൽ വെച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാം. അതിന് നോട്ട്സ് സഹായിക്കാം. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ട് ഈസ് എ ക്രെഡിറ്റ്? എഴുതിയെടുത്തോളൂ. 1 ക്രെഡിറ്റ് ഈക്വൽസ്, എഴുതിയെടുത്തോളൂ. 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours learning activities. 30 hours learning activities. ഇനി ആരെങ്കിലും ഒരാൾ വന്നോളൂ, വന്നോരു 2 വാക്ക് പറയൂ. യെസ്, പറഞ്ഞോളൂ ഫാത്തിമ. BTS ഇയർ വൈസ് ആണ്. പറഞ്ഞോളൂ. സർ, ഹൗ ടു നോ ദ എക്സാം സെന്റർ? എക്സാം സെന്റർ ഒക്കെ നമുക്ക് അറിയാം. നോട്ട്സിലൂടെ വന്നവരാണെങ്കിൽ എല്ലാം നിങ്ങളുടെ ഇമെയിലിലേക്ക് കൃത്യമായി ഞാൻ അയച്ചു തരും, വാട്സപ്പ് ചെയ്തു തരും. കൃത്യമായ സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരും. ഓക്കെ, നിങ്ങളുടെ പെർമിഷനോട് കൂടി ഞാൻ ഇത്തിരി കട്ടൻ ചായ കുടിക്കുകയാണ്. നിറങ്ങണ്ട് വെച്ച് വേറെ തോന്നണ്ട. ഓക്കെ ജോഫി, താങ്ക് യു സർ. സാറ്റർഡേ സൺഡേ അല്ലാതെ ഡേയ്സ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തൂടെ? ക്ലാസ്സിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതാണ് ഇഗ്നോയുടെ പ്രത്യേകത. എല്ലാ യൂട്യൂബിൽ ലഭ്യമാണ്, ഇപ്പോൾ തന്നെ ലഭ്യമാണ്. നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ എപ്പോഴൊക്കെ കിട്ടുമോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. സാർ, അയക്കുന്നത് സെൻട്രൽ ബിഹേവിയർ സയൻസ് സെന്റർ ID അല്ലേ? അതെ, യെസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരള, ഇൻഡിപെൻഡന്റ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ആണ്. MCOM എക്സാം ആനുവൽ ആയിരുന്നു പണ്ട്, ഇപ്പോൾ അത് സെമസ്റ്റർ ആണ്. പുതിയ കൊല്ലത്തെ കുട്ടികൾക്ക് സെമസ്റ്റർ ആണ്. ഓക്കെ, ചോദിച്ചോളൂ. BCom എക്സാം സമയമാകുന്നേ ഉള്ളൂ. ഓക്കെ, BA ഇയർ വൈസ് ആണ്. യെസ്, BCom എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു തരാം. ഞാനത് ഉറപ്പ് തന്നിട്ടുണ്ട്, ചെയ്തു തരാം. BSc ഇയർ വൈസ് ആണ്. യെസ്, BEGC 171 എന്നുള്ളത് ഏതാണ് എന്ന്, അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഞാൻ വേറെ ഒരു പോയിന്റിലേക്ക് വരികയാണ്. നമ്മളുടെ ഈ ഗ്രൂപ്പിനുള്ള ഒരു പ്രത്യേകത, ആരൊക്കെ വോളണ്ടറി തയ്യാറാണ് എന്ന് എനിക്കൊന്ന് അറിയിപ്പ് തരണം. എന്തിന്റെ വോളണ്ടറി തയ്യാറാണ് എന്നുള്ളത് സപ്പോസ് എഴുതിയെടുത്തോളൂ. BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, ഒന്ന് എഴുതിയെടുത്തോളൂ എല്ലാവരും. അതായത് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കണം നമ്മളുടെ നോട്ട്സിന്റെ, യൂണിവേഴ്സിറ്റിയുടെ അല്ലട്ടോ, നോട്ട്സിന് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ സ്റ്റഡി ഗ്രൂപ്പിലെ ലീഡർമാരായിട്ട് നിങ്ങൾ ഇരിക്കണം. ആ ലീഡർമാരായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ കള്ള നാണയങ്ങൾ ചിലപ്പോൾ കയറി വരും. എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർ തന്നെ, പക്ക ബിസിനസ്സുകാർ കയറി വരും. എന്നിട്ട് നിങ്ങളുടെ നമ്പറൊക്കെ ചോർത്തും. എന്നിട്ട് നിങ്ങൾക്ക് അത് വേണോ ഇത് വേണോ, 5000 രൂപ 10000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അവരുടേതായിട്ടുള്ള തൊഴിൽ ഇതിന്റെ അകത്തേക്ക് കടത്തിവിടും. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തൊഴിൽ ചെയ്തോട്ടെ, പക്ഷെ നമ്മളുടെ അകത്തേക്ക് കയറി വന്നിട്ട് തൊഴിൽ ചെയ്യണ്ട. നമ്മൾ ഇതൊരു സൗഹൃദ കോഓപ്പറേറ്റീവ് ലേണിംഗ് കൂട്ടായ്മയാണ്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തോട്ടെ, പക്ഷെ നമ്മളുടെ ഡാറ്റകൾ മുഴുവനും അവരെ റാഞ്ചിക്കൊണ്ട് പോകും. അതാണ് എന്റെ സൂക്ഷ്മത. ഞാൻ ഒരാളെയും അതിന് വിട്ടുകൊടുക്കില്ല. MA ഇംഗ്ലീഷ്, ഓക്കെ. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും എനിക്ക് അഡ്മിന്മാരെ ആവശ്യമുണ്ട്. എനിക്ക് എന്നുള്ളത് വാക്ക് ഞാൻ പിൻവലിക്കുന്നത്. മിസ്വ സമീറെ, സൗദി അറേബ്യയിലെ എക്സാം സെന്റർ ഉണ്ടോ? ഉണ്ട് മോളെ, ആ വാക്കൊന്ന് കേട്ടോളൂ. സൗദിയിലെ ഉണ്ട്. ഇവിടെ
200 രൂപ ഒരു പേപ്പറിന്. അവിടെ $100 കൊടുക്കണം. $100 എന്ന് പറഞ്ഞാൽ എത്രയായി? $100 8000 രൂപ. ഇവിടെ 200 രൂപ, അവിടെ 8000 രൂപ. അങ്ങനെ 8 പേപ്പർ 64,000 രൂപ കൊടുത്ത് അവിടെ പരീക്ഷ എഴുതണം. 64,000 രൂപ കൊടുത്ത് അവിടെ പരീക്ഷ എഴുതണം. ഇവിടെ 1600 രൂപ കൊടുത്ത് പരീക്ഷ എഴുതാം. 64,000 രൂപയ്ക്ക് 2 പ്രാവശ്യം നാട്ടിലേക്ക് വന്ന് പോകാം. നിങ്ങൾക്ക് നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കണ്ട് ഒരാഴ്ച എക്സാം സെന്ററിന്റെ അടുത്ത് റൂം എടുത്തു, അവിടെ ഇരുന്ന് പരീക്ഷ കുത്തിയിരുന്ന് മറിച്ചിട്ട് നമ്മൾ പരീക്ഷ എഴുതി. എന്നിട്ട് വീണ്ടും വീട്ടുകാർക്കൊക്കെ മിഠായും ഉടുപ്പൊക്കെ കൊടുത്തു, നല്ല ജന്നത്തുൽ ഫിർദൗസ് അത്തറൊക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ വീട്ടുകാരെയും ഒക്കെ കണ്ടു, അമ്മയുടെ ലാളനെയൊക്കെ കൊണ്ടു. എന്നിട്ട് നേരെ തിരിച്ച് നമ്മൾ തൊഴിൽ സെന്ററിലേക്ക് തിരിച്ചു പോവുകയാണ്. അതല്ലേ സുഖം? നാട്ടിൽ വന്ന് പരീക്ഷ എഴുതും, അവിടെ ഇരുന്നാൽ പരീക്ഷാ പേപ്പർ ഇങ്ങോട്ട് അയച്ചു തരും, പിന്നീട് ഇവിടുന്ന് വാല്യൂ ചെയ്ത് അങ്ങോട്ട് പോകണം. ബഹുത് മുഷ്കിലേനാ. ഓക്കെ, റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് 11ാം മാസം. അപ്പോ BLIS-ന്, BA ഇംഗ്ലീഷിന്, BA സോഷ്യോളജി, BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി, MSW, MA സൈക്കോളജി, MA ഇംഗ്ലീഷ്, MA അറബിക്ക്, MCOM, MBA, BCA, BBA, BSW, ഇതിനെല്ലാം നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. ഈ ബാച്ചിലെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പില് നിങ്ങൾക്ക് പഴയ ബാച്ചിലെ 2-3 ഇന്ന് വന്ന് 2 ഗസ്റ്റ് വന്നിട്ട് പോയില്ലേ, അതുപോലെ അവരെയും ഞാൻ വരുത്തിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലാസ്സുകൾ നമ്മൾ തരും. ക്ലാസ് വൈസ് നമ്മൾ ക്ലാസ് എടുക്കും. നിങ്ങൾ തന്നെ വീട്ടിലിരുന്ന് മൊബൈലില് ക്ലാസ്സുകൾ എടുക്കുന്നു, ടെക്സ്റ്റ് മെറ്റീരിയൽ വെച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു. ആ ക്ലാസ്സുകൾ എടുക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നു, അത് എനിക്ക് അയച്ചു തരുന്നു. ആ അയച്ചു തരുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ തമ്പനെയിൽ ഉണ്ടാക്കേണ്ട ടൈറ്റിലും തരുന്നു. ഏത് പാഠവിഷയമാണ്, നിങ്ങളുടെ പേര് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഒരു ഫോട്ടോയും എനിക്ക് അയച്ചു തരുന്നു. അത് നന്നായി എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ MNotes-ലൂടെ ഫ്രീ ആയി പ്രക്ഷേപണം ചെയ്യുന്നു. നിങ്ങൾ കാണുന്നു, ലോകം മുഴുവനും നിങ്ങളെ കാണുന്നു, നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായി മാറുന്നു. 10 പൈസ നിങ്ങൾക്ക് കിട്ടൂല. എനിക്കും അത്ര വലിയ കാശൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. 4 മാസത്തിലൊരിക്കൽ ഒരു 2000 രൂപ 3000 രൂപ കിട്ടും. 4 മാസത്തിലൊരിക്കൽ 2000. കാരണം $100 ആവണം. $100 ആകുമ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണെന്ന് നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ 4 മാസം കൂടുമ്പോൾ 5 മാസം കൂടുമ്പോഴാണ് ഒരു 2000 രൂപയൊക്കെ കിട്ടുന്നത്. അത് ഇന്റർനെറ്റിനുള്ള ചെലവിനുള്ള കാശേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ പ്രസ്ഥാനം വളരെ വലുതാകട്ടെ, നിങ്ങൾക്കൊക്കെ അതിനുള്ള പ്രതിഫലം തരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കൊക്കെ പ്രാക്ടീസ് തരും. നിങ്ങൾക്കുള്ള പ്രാക്ടീസ് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ലോകം മുഴുവനും അറിയുന്നു. അപ്പൊ നിങ്ങൾ പ്രശസ്തരാകുന്നു, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു. അപ്പൊ നിങ്ങൾ തന്നെ പഠിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ കുറെ കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു അധ്യാപകനാകുന്നു, നല്ല ഒരു മെന്റർ ആകുന്നു, നല്ല ഒരു മോട്ടിവേറ്റർ ആകുന്നു. അതിനുള്ള ഒരു ഹെൽപ്പിംഗ് ടൂള് ഇഗ്നോ നിങ്ങൾക്ക് MNotes ഒരു ചാലക ശക്തിയായി, ഒരു കണ്ടക്ടറായി നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അവിടെയും ഇവിടെയും കടത്തിവിടുന്ന ഒരു കണ്ടക്ടറായി ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾ ആര് വേണമെങ്കിലും ക്ലാസ് എടുത്തോളൂ, എന്നിട്ട് അത് അയച്ചു തന്നോളൂ. പരിശോധനയ്ക്ക് വിധേയമാകാനുള്ള മുൻ സീനിയേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തേക്ക് നമ്മുടെ അഡ്മിന്മാരുണ്ട്. അവർക്ക് ഈ വീഡിയോസ് കൊടുക്കും, അവർ പരിശോധിക്കും. എന്നിട്ട് മാഷെ ഇത് പ്രക്ഷേപണം നടത്താമെന്ന് പറയും, പ്രക്ഷേപണം കൊടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ഫെയിം ആകും. ചിലപ്പോൾ 10 പേര് 15 പേരൊക്കെ തുടക്കത്തിൽ കാണുകയുള്ളൂ. പക്ഷെ പരീക്ഷയോടനുബന്ധിച്ച് അത് ആയിരക്കണക്കിന് ആളുകൾ കാണുകയാണ്. അങ്ങനെയുള്ള സൗകര്യം നമുക്ക് ചെയ്തു തരാം. പിന്നെ പ്രാക്ടിക്കൽസ് എങ്ങനെയായിരിക്കും? BSW-ന് സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങളെ ഔദ്യോഗികമായി വിളിക്കും. എല്ലാ പ്രോഗ്രാമിനും സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങളെ ഔദ്യോഗികമായി വിളിക്കും. നേരിട്ടല്ല, SMS വന്നിട്ടുണ്ടാകും. ആ SMS വാച്ച് ചെയ്യാൻ വേണ്ടി, ഇമെയിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് നേരത്തെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇഗ്നോയുടെ കാര്യം ഒഫീഷ്യലി പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ഒരു സൗഹാർദ്ദത്തിന്റെ പേരിൽ മാത്രമാണ്. നിങ്ങളെ ഞാൻ സഹായിക്കുന്നു. ചിലർ അതിൽ ഗുരുദക്ഷിണ തരുന്നു, ചിലർ ഗുരുദക്ഷിണ തരുന്നില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല.
വിദേശത്ത് ഉള്ളവർ പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യും സർ? വിദേശത്ത് ഉള്ളവർ പ്രാക്ടിക്കലിന്റെ സമയത്ത് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് പ്രാക്ടിക്കൽ ഉണ്ടാവുക. ആ ഒരു 5 ദിവസത്തിന്റെ പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ ഇമെയിലിൽ വരും. അപ്പൊ നിങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് വരിക, വീട്ടുമായിട്ട് ബന്ധപ്പെടുക, പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുക, പ്രാക്ടിക്കൽ കഴിയുന്നു, നിങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ അടുത്ത കൊല്ലം ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത കൊല്ലം ചെയ്യാം. ആ ഡ്യൂറേഷന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം. ആക്രാന്തം അരുത്. പ്ലാനിങ്, നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ സാർ, എന്നാണ് ഇനി അടുത്ത ക്ലാസ്? അതൊരു നല്ല ഒരു പോയിന്റ്. എവരി സെക്കൻഡ് സൺഡേ, 4th Sunday we will meet by the grace of God. By the grace of God. ദൈവം കൂടി അനുഗ്രഹിച്ചാൽ നമുക്ക് എല്ലാ 2ാമത്തെ ഞായറാഴ്ചയും 4ാമത്തെ ഞായറാഴ്ചയും ഇതുപോലെ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ കൂടാം. ഓക്കെ സാർ, അഡ്മിഷൻ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? പീറ്റർ, കൃത്യമായി താങ്കൾക്കുള്ള ഇൻഫർമേഷൻ വന്നിരിക്കും, ബേജാറാകരുത്. മുബാറക് മാഷ് കൃത്യമായി തന്നിരിക്കും കേട്ടോ, ബേജാറാകരുത്. സോഷ്യോളജി ഓണേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പില് തുടക്ക